കാൽവിൻ പെർഫ്യൂംസിന്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇപ്പം ഞാൻ ഈ എപ്പിസോഡുകൾ മീൻസ് പെർഫ്യൂംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറേ അധികം കോൾസ് എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേര് പല അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിലെനിക്ക് ഒരു കസ്റ്റമർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എല്ലാ തവണയും ആണുങ്ങളുടെ പെർഫ്യൂംസ് ആണല്ലോ പറയാറ്, ഒരു ലേഡീസ് പെർഫ്യൂം ഇതുവരെയും പറഞ്ഞില്ല. അപ്പോൾ അതിനൊന്ന് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓഫീസ് സ്പേസ് പെർഫ്യൂമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പെർഫ്യൂമിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ച് 2-3 പേര് സംസാരിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ലേഡീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്, ലാംസത്ത് ഹാരിയർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു അറബിക് പെർഫ്യൂം ആണെന്നാണ്. പക്ഷെ നമ്മൾ അറബിക് പെർഫ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ചാടി വീഴുന്നത് ഊത് പോലെ അല്ലെങ്കിൽ ഊതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. പക്ഷെ ആക്ച്വലി ഇത് അങ്ങനത്തെ ഒരു പെർഫ്യൂം അല്ല കേട്ടോ. ഇത് പ്യുവർലി ഫ്രൂട്ടി പെർഫ്യൂമാണ്. ശരിക്കും ഫ്രൂട്ടിന്റെ മണം ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടി പെർഫ്യൂമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഒരു സ്മെല്ല് ഇനീഷ്യലി വരുന്നത് പക്ക ഫ്രൂട്ടിയാണ്. ആദ്യം അടിക്കുമ്പോൾ തന്നെ ഒരു പക്ക ഫ്രൂട്ടി. ആ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേപ്പിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് അതിനകത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലാക്ക് കറണ്ട്, ചെറിപ്പഴം, ഇത് മൂന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ബ്ലാക്ക് കറണ്ട് ഓൾമോസ്റ്റ് എല്ലാ പെർഫ്യൂമുകളും ഫ്രൂട്ടി പെർഫ്യൂമുകളിലും ഒരു മേജർ കണ്ടന്റ് ആണ്. ബ്ലാക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു, നമ്മൾ ഈ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണക്കമുന്തിരി പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കണ്ടന്റ് നമുക്ക് പഴം കിട്ടാറുണ്ട്. അതാണ് ബ്ലാക്ക് കറണ്ട് കേട്ടോ. അതിന്റെ സ്മെല്ലാണ് എപ്പോഴും മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ ഫ്രൂട്ടി സ്മെല്ല് എന്ന് പറഞ്ഞാൽ കുത്തലായിട്ടുള്ളൊരു ഫ്രൂട്ടി സ്മെല്ല് അല്ല, അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. അത് കഴിഞ്ഞ് അതിന്റെ ശരിക്കും കുറച്ച് മാറ്റം കൂടി വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലോറൽ നോട്ട്സും കൂടി അതിനകത്തേക്ക് മിക്സ് ആവും. ജാസ്മിനും അതിനകത്തേക്ക് കയറി വരും, ട്യൂബർ നോസും കൂടി കയറി വരും. പക്ഷെ ഫ്രൂട്ടി സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ട്യൂബർ റോസിന്റെ സ്മെല്ലും റോസിന്റെ സ്മെല്ലും ജാസ്മിന്റെ സ്മെല്ലും ഒരു ഫ്രൂട്ടി നോട്ട്സും കൂടി ചേർന്ന് കവറപ്പ് ചെയ്ത് വരുന്ന ഒരു സ്മെല്ലാണ്. സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. കുറച്ചും കൂടി ഡ്രൈ ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കും പച്ചോളിയുടെ ഒരു സ്മെല്ല്, മസ്കിന്റെ ഒരു സ്മെല്ല്, ഒരു സദാറിന്റെ ഒരു സ്മെല്ല്, അതും കൂടി ഇതിനകത്ത് ഒരു മിക്സ് വരും. അപ്പൊ അങ്ങനെ ഈ ഒരു കണ്ടന്റിന്റെ ഒരു മിക്സ് വരുന്നതുകൊണ്ട് ചില ആളുകൾ, ചില പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നവര് ചിലപ്പോൾ അതിനെ ഒരു ആണുങ്ങളുടെ പെർഫ്യൂം, യൂണിസെക്സ് പെർഫ്യൂം എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ റീസൺ ഈ പച്ചോളിയുടെ മണം അതിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി ഇത് റിയലി ഈ പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്നത് ലേഡീസിന്റെ പർപ്പസ് ഉദ്ദേശിച്ചിട്ടാണ്. ഇത് വലിയ വിലയുള്ള പെർഫ്യൂമും അല്ല. ഇതിന്റെ ഒറിജിനൽ പെർഫ്യൂമിന് തന്നെ എനിക്ക് തോന്നുന്നത് ഹാർഡ്ലി ഒരു 1,500 റുപ്പീസിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിനകത്ത് പെർഫ്യൂം മാത്രമല്ല, ഡിയോഡറന്റ് അവൈലബിൾ ആണ്. ഇതിന്റെ പെർഫ്യൂം തന്നെ പല വേർഷനിൽ അവൈലബിൾ ആണ്. ഇൻ ദ സെൻസ് EDT ഓയിലിറ്റി അവൈലബിൾ ആണ്, EDP അവൈലബിൾ ആണ്, അങ്ങനെ പെർഫ്യൂം ആയിട്ടും അവൈലബിൾ ആണ്. എല്ലാത്തിനും എനിക്ക് തോന്നുന്നത് ഹാർഡ്ലി ഒരു 1,000 to 2,000 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് ഈ പെർഫ്യൂം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രൂട്ടി പെർഫ്യൂം ആണ്. ഇതിന്റെ യൂസേജ് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് രാവിലെ ഒരു ഓഫീസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് അതിന്റെ സ്മെല്ല്, ഒരു AC റൂമിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അതിന്റെ സ്മെല്ല് കിട്ടും. ഔട്ട്സൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറയും. പക്ഷെ എന്നാലും ഒരു ലോങ് ലാസ്റ്റിംഗ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ഫ്രൂട്ടി പെർഫ്യൂമാണ്. ലേഡീസിന്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം ആയിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം കൂടുതലും ഫ്രൂട്ടി പെർഫ്യൂംസ് ലേഡീസ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ ആയിട്ട് അത് ഈ പെർഫ്യൂമായിട്ടുള്ള കോമൺ ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലാസ്റ്റിങ്ങിന്റെ വേർഡ് വന്നുകൊണ്ടാണ് പറഞ്ഞത്. ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. സാധാരണ ഒരു സ്പ്രേ 2 സ്പ്രേ ഒന്നും അടിച്ചാലും നമ്മുടെ ക്ലൈമറ്റിൽ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അത് യൂസ് ചെയ്യണം. ഒരു 7-8 സ്പ്രേ ഒക്കെ ഫ്രണ്ടിൽ അടിച്ചാലാണ് അതിന്റെ ലാസ്റ്റിങ് കിട്ടുള്ളൂ. ഏത് പെർഫ്യൂമും ലാസ്റ്റിങ് കിട്ടുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ പെർഫ്യൂം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഇതിന്റെ ഇൻസ്പയർഡ് വേർഷൻ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് നോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരേക്കും